ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ലെഗ് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജസ്റ്റ് ഒരു അധികം ഇൻറ്റൻസ് ഒന്നും അല്ലാത്ത നോർമൽ മീഡിയം ഇൻറ്റൻസിറ്റിയിൽ കുറച്ച് ലെഗ് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ലെഗ് നല്ല സ്ട്രെങ്ത് വേണം, ലെഗ് നല്ല ഷേപ്പായിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ചില ആൾക്കാർ ഇതിലുണ്ട് ഈ ലെഗ് വിട്ടിട്ട് ബാക്കിയെല്ലാം കളിക്കും. പക്ഷേ ലെഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അപ്പർ ബോഡി ഓക്കെയാണ്, പക്ഷെ ലോവർ ബോഡി സെയിം മുകളിൽ അപ്പർ ബോഡി പോലെ അല്ലെങ്കിൽ സിമെട്രി ഉണ്ടാവില്ല. പിന്നെ കാര്യം നമ്മൾ ലെഗ് വർക്കൗട്ട് മിസ്സാക്കും. കാരണം ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ചിലപ്പോൾ നമ്മളെ കൈക്കൊന്നും പമ്പിങ് കിട്ടില്ല. ആ ഒരു ചിന്തയിൽ നമ്മളാരും ലെഗ് ചെയ്യാറില്ല. അതുകൊണ്ട് മാക്സിമം ലെഗിൽ ഫോക്കസ് ചെയ്യണം. വൺസ് ഇൻ എ വീക്ക് നമ്മൾ എന്തായാലും ലെഗ് വർക്കൗട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ ലെഗ് ഡെവലപ്പ് ആവില്ല. ലെഗ് ഡെവലപ്പ് ആയാലേ നമ്മൾ ഫുൾ ബോഡി ഒരു ഒരു പ്രൊപ്പോർഷനായിട്ട് ഒരു മെഷർമെൻറ്റിൽ കറക്റ്റ് കിട്ടും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് ലെഗ് വർക്കൗട്ട് നല്ല ഇൻറ്റൻസ് ആയിട്ട് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് പുൾ ലെഗ് ഡേ ആണ്. അതായത് ഒരു ദിവസം പുഷ് വർക്കൗട്ട്സ്, ഒരു ദിവസം പുൾ വർക്കൗട്ട്സ്, ഒരു ദിവസം ലെഗ് വർക്കൗട്ട്. അങ്ങനെ ഇതിൻ്റെ തന്നെയാണ് കണ്ടിന്യൂസ് വരുന്നത്. അപ്പോൾ ട്വൈസ് ഇൻ എ വീക്കാണ് ഇതിൽ വരുന്നത് ഈ വർക്കൗട്ട് പ്ലാനിൽ. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ മൺഡേ പുഷ്, ട്യൂസ്ഡേ പുൾ, വെനസ്ഡേ ഇത് വരും ലെഗ്സ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സാറ്റർഡേ ആകുമ്പോൾ നമ്മൾ വർക്കൗട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ സൺഡേ ആകുമ്പോൾ നമ്മളെ ഫുൾ റെസ്റ്റാണ്, കംപ്ലീറ്റ് ബോഡി റെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡീൻ്റെ അതായത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഡെവലപ്പ് ആവാൻ പറ്റും ബോഡി. നമ്മൾ ബോഡി ബിൽഡേഴ്സ് ഒന്നും ആവുന്നില്ലെങ്കിലും നമുക്ക് മാക്സിമം ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനത്തെ വർക്കൗട്ട് പ്ലാൻ എടുത്താലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലെഗ് വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നിട്ടില്ല. ലെഗിന് നമ്മൾ നല്ല ഫോക്കസ് ചെയ്തിട്ട് ഇന്നൊരു സിംഗിൾ ഡേ ലെഗ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വാമപ്പ് ചെയ്യണം. നല്ല വാമപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ ലെഗ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോപ്പർ വാമപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവും. പിന്നെ മസിൽ ക്രാംസ്, പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ വേണം. നമ്മൾ ജിമ്മിൽ വരുന്നതിന് മുമ്പും ജിമ്മിന് ശേഷവും പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ വേണം. പിന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് മാക്സിമം അടിപൊളിയായിട്ട് വാമപ്പ് ചെയ്ത് നല്ല ബോഡി നല്ല ഹീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള ആ പിടുത്തവും കറക്റ്റായിട്ടുള്ള ഒരു ഇത് വരും. ആദ്യം കുറച്ച് ബോഡി ആക്ടിവേറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഒരു ലെഗ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഏത് വർക്കൗട്ട് ആയാലും നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാമപ്പാണ്. ഫസ്റ്റ് നമ്മൾ വാമപ്പ് കംപ്ലീറ്റ് ചെയ്യുക. നല്ല ലെഗ്, ഇന്ന് നമ്മൾ ലെഗ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ലെഗ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നല്ല സൂപ്പറാക്കി വെക്കണം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഹാംസ്ട്രിങ് എല്ലാം നല്ലോണം വലിയട്ടെ. പിന്നെ നല്ല നീസിനൊക്കെ നല്ലോണം ഇഞ്ചുറി വരുന്നതാണ്. അതുകൊണ്ട് നീസെല്ലാം ഒന്ന് ആദ്യം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഇതിനു മുമ്പേ ഒന്ന് നല്ലോണം വാമപ്പ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് അത്ര ഞാൻ ഇൻറ്റൻസ് ആയിട്ടൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. വെയിറ്റ് രണ്ട് സൈഡിൽ മാക്സിമം ഞാൻ കുറച്ചിട്ടാണ് ഇട്ടത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ചിട്ടാണ് ഇട്ടത്. ഷോൾഡർ ലെവലിൽ വെക്കുക, കുറച്ച് ടോസ് കുറച്ച് ഔട്ട് സൈഡിലായിട്ട് വെക്കുക. എന്നിട്ട് നമ്മളെ സ്പൈൻ കുറച്ച് ഇറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നൈസായിട്ടിരിക്കും. ഇനി വെയിറ്റ് കയറ്റാം. വെയിറ്റ് കയറ്റിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രസീവ് ഓവർലോഡ്
പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണമെന്നാണ് ആൾക്കാർ പറയുന്നത്. അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ 2 വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ലെഗ് ബെയർ ഫുട്സിൽ ചെയ്യാൻ നോക്കണം. ബെയർ ഫുട്സ് അല്ല, ഈ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബെയർ ഫുട്ട് ചെയ്യണം. എന്നാൽ കറക്റ്റ് വെയിറ്റ് കിട്ടും. അപ്പം നമ്മൾ നീസ് കുറച്ച് ഔട്ട് സൈഡിലോട്ടായി പുറത്തോട്ട് ആയിരിക്കണം. പിന്നെ ലെഗ് ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്യാനും പാടില്ല. ലെഗ് ഇങ്ങനെ ആവാൻ പാടില്ല. ലെഗ് എക്സ്റ്റെൻഡ് ചെയ്താൽ മുട്ട് പോയി പോകും. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കാൻ നോക്കാം, എന്നാൽ മാത്രമേ പിടി. ഓവർലോഡ് ചെയ്ത് കൊണ്ടുവരണം. കാര്യം പറഞ്ഞ് ഫുള്ള് തിരക്കായിരിക്കും, ആൾക്കാരും ഇതാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നുമില്ല, പരിപാടി നടക്കില്ല. വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വർക്കൗട്ട് നടക്കില്ല. സ്ലോ പ്രോസസ്സ് മാത്രമേ നമുക്ക് ഒരു ഗെയിൻസ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സ്ക്വീസ് ചെയ്ത് നല്ല മസിലിനെ നല്ലോണം ടോർച്ചർ ചെയ്യണം. ടോർച്ചർ ചെയ്താൽ മാത്രമേ നമ്മളെ മസിൽസ് വളരൂ, പിന്നെ കട്ടിങ്സൊക്കെ വളരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ലെഗ് ഡേ വൈൻഡപ്പ് ചെയ്യാണ്. വർക്കൗട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ഇനി അവിടുന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകണം. എന്തായാലും എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല, നമ്മളൊരു ഇൻട്രസ്റ്റിൽ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ലെഗ് ഡേ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത്, ഞാനീ പറഞ്ഞ പോലെ 5 വർക്കൗട്ട്സാണ് ഞാൻ ഈ ലെഗ് ഡേയിൽ ചെയ്തത്. ആദ്യത്തേത് സ്ക്വാട്ട് ചെയ്ത് വെയിറ്റഡ് സ്ക്വാട്ട് ചെയ്ത്, അത് കഴിഞ്ഞ് ലെഗ് പ്രസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ലെഗ് പ്രസ് ചെയ്ത് 6 കളി നമ്മൾ കളിച്ചത്. പിന്നെ ലഞ്ചസ് ചെയ്ത് ലഞ്ചസ് കഴിഞ്ഞിട്ട് ലെഗ് പ്രസ് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് ലെഗ് എക്സ്റ്റൻഷൻ ചെയ്ത്, അത് കഴിഞ്ഞ് ഹാംസ്ട്രിങ് കേൾ ചെയ്ത്, പിന്നെന്താ 6ാമത്തെ കളി നമ്മൾ കാഫിന് വേണ്ടി കളിച്ചു. കാഫ് റൈസ് ചെയ്ത്. ഈ 6 നമ്മൾ ലെഗിൽ ചെയ്തത്. നമ്മൾ അത്ര പെയിനൊന്നും ആക്കിയില്ല, കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കാനും കൂടെ പോകണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം അത്ര ഇൻറ്റൻസ് ഒന്നും ചെയ്തില്ല. ഇൻറ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് ഒന്നും നടക്കില്ല, ക്രിക്കറ്റ് കളി ഒന്നും നടക്കില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ഡേ ആണ്. ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ ഇങ്ങനെയാണ് ഗൈസ്. നമുക്കുണ്ട്, പക്ഷേ അതൊന്ന് കട്ടിങ്സ് ആക്കി എടുക്കണം. ഇപ്പം ബൾക്കിങ്ങിന് നമ്മൾ കട്ടിങ് ചെയ്യണം. അത്യാവശ്യം ബോഡി ചേഞ്ചൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചു.